ഹലോ എവ്രി വൺ, എല്ലാവർക്കും ക്രിസ് റെജു ഹെബിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറന്റ് അഫേഴ്സ് ആണ്. കറന്റ് അഫേഴ്സിൽ ഓരോ ടോപ്പിക്, അതായത് ഓരോ കറന്റ് അഫേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അത് ആ സമയത്താകുമ്പോൾ നിങ്ങൾക്ക് കാണാനും സുഖമാണ്, എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കുറച്ചുകൂടി ഈസി ആവും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഹയർ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹയർ എഡ്യൂക്കേഷനിലാണ് വരിക. ICT വരിക, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ കറന്റ് റീസെന്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ലോഞ്ച് ചെയ്യേ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള കറന്റ് അഫേഴ്സ് ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടും ICT-യിലും ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റിലാണ് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. വിത്ത് വിച്ച് e-learning platform did the ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് പാർട്ട്ണർ ഫോർ ദ ഹയർ എഡ്യൂക്കേഷൻ കോഴ്സസ്? ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ വഴി നമ്മൾ പഠിക്കുന്നതിനെയാണ് e-learning എന്ന് പറയുന്നത്. അപ്പോൾ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ കോഴ്സസിന് വേണ്ടിയിട്ട് ആരെ ആയിട്ടാണ് പാർട്ട്ണർഷിപ്പ് എടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നോക്കാം: EDX, കോഴ്സറ, ഉഡേമി ആൻഡ് ഖാൻ അക്കാഡമി. അപ്പോൾ ആൻസർ നോക്കാം കേട്ടോ. ആൻസർ വരുന്നത് EDS ആണ്. EDS-ഉമായിട്ടാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ഈ പാർട്ട്ണർഷിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതില് നമുക്ക് ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ EDS ആരായിട്ടാണ് പാർട്ട്ണർഷിപ്പ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് ആയിട്ടാണ് പാർട്ട്ണർഷിപ്പ് എടുത്തിട്ടുള്ളത് എന്നും വേണമെങ്കിൽ ചോദിക്കാം. സോ അത് ഇതിലുള്ള ഓരോ പോയിന്റും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. സോ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആണ് EDS ആയിട്ട് പാർട്ട്ണർഷിപ്പ് എടുത്തിട്ടുള്ളത്. സെക്കൻഡ്, ഇത് വേൾഡിലെ തന്നെ ഫസ്റ്റ് സൈൻ ആണ്, ഫസ്റ്റ് അഗ്രിമെന്റ് ആണ്. ഇങ്ങനെയുള്ള ഒരു കാര്യം മുന്നോട്ട് വരുന്നത് വേൾഡിലെ തന്നെ ഫസ്റ്റ് കാര്യമാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇത് ആർക്കാണ് യൂസ്ഫുൾ ആവുന്നത് വെച്ചാൽ ആന്ധ്രാപ്രദേശിലുള്ള ഗവൺമെന്റ് സ്കൂൾ കോളേജുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രൊജക്ട് ലക്ഷ്യമിട്ടിട്ടുള്ളത്. സോ ഇതിന്റെ ഫൗണ്ടർ ആൻഡ് CEO എന്ന് പറയുന്നത് ആനന്ദ് അഗർവാൾ ആണ്. അപ്പൊ ഇത്രയും പോയിന്റ് അറിഞ്ഞിരിക്കണം. ദെൻ അതിന്റെ കൂടുതൽ കുറച്ച് പോയിന്റ് കൂടി നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്ത് വെക്കുക, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. എന്താ വെച്ചാല് ഇത് 12 ലക്ഷത്തിലധികം സ്റ്റുഡൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. 12 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. 12 lakh വിദ്യാർത്ഥികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ അതറിയണം. ദെൻ ഇത് വേൾഡിലുള്ള എല്ലാ മികച്ച യൂണിവേഴ്സിറ്റികളിലും ഇവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ ഇന്ത്യയിലല്ല, വേൾഡ് ആണ് എന്നുള്ളത് മെയിൻ ആയിട്ട് അറിയണം. അതും എല്ലാ ഉയർന്ന യൂണിവേഴ്സിറ്റിയിലും മികച്ച യൂണിവേഴ്സിറ്റിയിലും ഇവർക്ക് അപ്ലൈ ചെയ്യാം. എത്ര കോഴ്സിൽ? 2000-ലധികം കോഴ്സിൽ ഇവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ഇത് വേറൊരു കാര്യം വെച്ചാൽ ഇത് മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് ആരെയാണ്? സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇതിൽ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാവും. ഒന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആണ് ഈ EDS ആയിട്ട് പാർട്ണർഷിപ്പ് എടുത്തിട്ടുള്ളത്. 2, വേൾഡിലെ തന്നെ ഫസ്റ്റ് സൈൻ ആണ്. 3, ഇത് ഗവൺമെന്റ് സ്കൂൾ കോളേജ് സ്റ്റുഡൻസിനെയാണ് എയിം വെച്ചിട്ടുള്ളത്. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് കൂടി അറിയണം. ദെൻ 12 ലക്ഷത്തിലധികം സ്റ്റുഡൻസിന് അധികം സ്റ്റുഡൻസിനാണ് ഇതൊരു മികച്ച ആയിട്ടുള്ള നേട്ടം കൈവരിക്കാൻ പോകുന്നത്. ഇതോ എത്രയാണ്? വേൾഡിലെ മികച്ച യൂണിവേഴ്സിറ്റിയിൽ 2000-ലധികം കോഴ്സുകൾക്ക് ഇവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അറിയേണ്ടത് ഇതിന്റെ ഫൗണ്ടർ ആൻഡ് CEO എന്ന് പറയുന്നത് ആനന്ദ് അഗർവാൾ ആണ്. അപ്പൊ ഇത്രയും പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക. ഇത് ഹയർ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കറന്റ് അഫയർ ആണ് കേട്ടോ. ദെൻ ഇതിന് കൂടുതൽ വരെ 2025-ലോട്ട് ജൂൺ അല്ലെങ്കിൽ ഡിസംബറിൽ എക്സാം എഴുതാൻ നിൽക്കുന്നവർക്ക് നമ്മൾ ഈ 27th സ്കോളർഷിപ്പ് ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഫസ്റ്റ് ലെവലായിട്ട് തന്നെ അതിനെ കാണുക കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് അവർക്ക് പേഴ്സണലി നമ്മൾ ലിങ്കും കാര്യങ്ങളും ഒക്കെ വരാനാണ് ആ ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യുന്നത്. ദെൻ നിങ്ങൾ ഇതിൽ ആരെങ്കിലും പേപ്പർ 2 വരുന്നത് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ 21 ഡിസംബറിൽ ഹിസ്റ്ററിയുടെ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് ഉണ്ട്. അതിന്റെയും ലിങ്ക് ഞാനൊന്ന് പിൻ ചെയ്യാം. ആരെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവർ ആ ടെസ്റ്റും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.